I am hallelujah. Hallelujah. എൻ്റെ ചെവി, എൻ്റെ ഹൃദയം. Oh, Ramadare Dinava, thank you for your presence. Thank you for your presence. കർത്താവേ, പ്രസാദമുള്ള ഒരു യാഗോർപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു പിതാവേ. ഈ ഹോളിന് ചുറ്റും അങ്ങ് തീമതിലായിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ. നമ്മൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരോട് ഒട്ട് പ്രാർത്ഥിക്കരുതെന്ന് ഹല്ലേലൂയ വചനം പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെ പ്രാർത്ഥിക്കരുതെന്നൊക്കെ നമുക്ക് ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലൊക്കെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പ്രാർത്ഥനയെപ്പറ്റിയുള്ള വിഷയമല്ല, അത് പിന്നെ നമുക്ക് ഹല്ലേലൂയ അതിൻ്റെ ഇടയ്ക്ക് വരുവാനിടയാവും. നമുക്കൊരു വചനം ഹല്ലേലൂയ, പ്രത്യേകിച്ച് കഴിഞ്ഞ നാളിലൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് ഞാനും അറിയാത്ത ചില സത്യങ്ങളൊക്കെ ഹല്ലേലൂയ വെളിപ്പെടുവാൻ വചനത്തിൽ കൂടെ ഇടയായി. അത് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ദി അറ്റോൺമെൻറ്റ് ഹല്ലേലൂയ, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. മലയാളത്തിൽ പറയുന്നത് എന്തുവാണ്? അറ്റോൺമെൻറ്റ്, പാപപരിഹാരം. ഹല്ലേലൂയ, സാക്രിഫൈസ് ദാറ്റ് അറ്റോൺ ഫോർ അവർ സിൻ. ഹല്ലേലൂയ സ്തോത്രം. ആ വിഷയത്തെപ്പറ്റി ഹല്ലേലൂയ അല്പം നമുക്ക് ധ്യാനിക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അതിനെ ആസ്പദമാക്കി 1 യോഹന്നാൻ 1 John chapter 4 verse 10 നമുക്ക് വായിക്കാം. 1 John chapter 4 verses 10. This is regarding atonement, and I'm going to read 1 John chapter 4 verses 10. This we might have eternal life. This is real love, not that we loved God, but that He loved us and sent His Son as a sacrifice to take away our sins. നാം ദൈവത്തെ സ്നേഹിച്ചല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. 1 John 4:10 അല്ലേ? Yes. 4:10. നാം ദൈവത്തെ സ്നേഹിച്ചല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഈ ദൈവമെന്ന് അവിടെ പറയുന്നതെല്ലാം ഫാദർ എന്നുള്ള കാര്യം, അതാണ് നമ്മൾ കണ്ടുള്ളത്. തൻ്റെ പുത്രനെ, അല്ലേ? ഫാദർ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ദൈവം എന്നത്. Here God means the Father, Son means Jesus Christ. Hallelujah. And we see that hallelujah, God loved us, and how did He do? He sent His Son, Jesus Christ, to this world to be a sacrifice for our sins. ഈ സ്വർഗീയമായ സ്നേഹം, ഹെവൻലി സ്നേഹം എന്ന് പറഞ്ഞാൽ ജീവനെ കൊടുക്കുന്ന സ്വന്തം പുത്രനെ ഹല്ലേലൂയ കൊടുത്ത ജീവൻ. ഹല്ലേലൂയ. So heavenly love means, I mean hallelujah, heavenly love means that you have to give what is your dearest, and for Father it was His Son, and He gave His dearest Son to this world so that our sins shall be removed. നമ്മുടെ നാട്ടിൽ പണ്ട് പാരമ്പര്യ ക്രിസ്ത്യാനികളാണെങ്കിലും നമ്മുടെ എല്ലാ വീടിന്റെ മുന്നിൽ പണ്ടൊരു ഇത് ഡോർ പോസ്റ്റുകൾ അടിച്ചു വെക്കുമായിരുന്നു, ഗോഡ് ഈസ് ലവ്. I mean, in our houses in Kerala, hallelujah, there used to be a famous doorpost sign which says God is love. ഹല്ലേലൂയ സ്തോത്രം. അത് ഇപ്പം അതിൻ്റെ തൊട്ടുമേലുള്ള വചനം 4:8 വാക്യമാണ്, ദൈവം സ്നേഹം തന്നെ എന്നെഴുതിയിരിക്കുന്നുണ്ട്. I mean, again in 1 John chapter 4 verse 8 says, but anyone who does not love does not know God, for God is love. ഹല്ലേലൂയ സ്തോത്രം. അത് ദൈവം ആത്മാവാകുന്നു. ആത്മാവിന്റെ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് ആണ് ലവ്. And as you know, according to the 9 fruits of the Spirit, the first is love. ദൈവം ആത്മാവാകുന്നു. അത് ഇവിടെ തന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട്. I mean, again there is another verse which says that God is spirit, and in each spirit we should know that there will be 9 fruit of the Spirit, should be the 9th fruit, and the first is love. നമ്മളിപ്പം ഹല്ലേലൂയ സ്തോത്രം അവിടെ ഇംഗ്ലീഷിൽ മറ്റേ വേറൊരിടത്ത് ജോഷോ വായിച്ച് യുവർ ബൈബിൾ റീഡ് ദാറ്റ്, അവിടെ വേറൊരു ഒരു ഈ പാപപരിഹാരം എന്നുള്ളിടത്ത് പ്രൊപ്പിറ്റിയേഷൻ എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ അത് സാക്രിഫൈസ് എന്നാണ്. 4:10. Not that we have loved God, but that He loved us and sent His Son to be the propitiation for our sins. So as we read in different translation, the word sacrifice means there is another word called propitiation, which is also has a meaning
it says, ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാന്ന് തോന്നുന്നു ഞാൻ ജോലിനത് ഹല്ലേലൂയ അയച്ചു കൊടുക്കുവാനിടയായി. അതിൻ്റെ അർത്ഥം എന്തുവാന്നുള്ളത് ഗൂഗിൾ സെർച്ച് ചെയ്തതിന് ശേഷം ഞാൻ അയച്ചു കൊടുക്കുവാനിടയായി. എന്തുവാണെന്ന് അർത്ഥം? Amen. There is a meaning to the word called atonement. There is a meaning to the word called propitiation, and the meaning is this. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറയുന്നത് എന്തുവാണ്? 10 പറയുന്നത് തൻ്റെ പുത്രനെ നമുക്ക് പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. Amen. Hallelujah. It is said here, like, in order, the love is this, that he gave his son, hallelujah, for to be sacrificed for our sins. That itself is love. ന്യൂ വെൽറ്റിൽ പറയുന്നത് this is real love, അല്ലേ? Amen. And in this translation This says is real love. He sent his son as a sacrifice of our sins. To take away our sins. So that love is not love, it is real love. That's what it says in this New Living Translation. 1 John chapter 2 അതിന്റെ 2ന്റെ 2ലും അവിടെ പറയുന്നുണ്ട് he is our propitiation of our sin. Hallelujah. 1 John chapter 2 verses 2 says in New Living Translation, he himself is the sacrifice that atones for our sin, and not only our sin but the sin of all the world. KJV-യിൽ പറയുമ്പോൾ propitiation എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ പറയുന്നത് എന്തുവാണ്? സാക്രിഫൈസ് that atones. Atonement എന്നുള്ള വാക്ക് വന്നത് ഹല്ലേലൂയ അവിടെ നിന്നാണ്. ഹല്ലേലൂയ for our sin. Amen. Hallelujah. So the word propitiation, atonement, hallelujah, is being repeated in the book of 1 John in different verses, and these verses has a meaning, hallelujah, while in the New Living Translation it is said sacrifice, which we need to understand in deep what does this meaning. ഹല്ലേലൂയ. ജിസ്മാമേ, ഈ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ നിങ്ങളുടെ ചർച്ചകളിൽ പ്രസംഗിക്കുന്നുണ്ടോ, അതോ കുറച്ച് ആൾക്കാർ പ്രസംഗിച്ച് ഇങ്ങനെ പോവാന്നോ? ഇതൊക്കെ പറയുന്നു. ഇതാണ് യഥാർത്ഥമായ സത്യവചനം. ഹല്ലേലൂയ സ്തോത്രം. ഞാനൊന്നും ഇങ്ങനെ അധികം കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. പക്ഷേ എന്തുവാണെന്നുള്ളത് നമ്മൾ അതറിയണം. Hallelujah. These are the living word, and we should know what does it mean. Hallelujah. Even though we have this book in this Bible in our hands, and even though it is translated to our language, but we should know the actual meaning, what does it means in our own language. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവ് ഈ ലോകത്തിൽ വന്ന് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ വന്ന് ആ ജീവനെ അർപ്പിച്ചതിൻ്റെ ഉദ്ദേശം ഒരു റാൻസം ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു നമ്മളറിയാം, ഈ പ്രത്യേകിച്ച് ഈ അബ്ഡക്റ്റ് ചെയ്ത് ഒരാളെ ഇങ്ങനെ ടെററിസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് അവർ ഒരു വലിയ എമൗണ്ട് മോചനദ്രവ്യം ഹല്ലേലൂയ ആവശ്യപ്പെടും. I mean, we see in these recent days that so many Christians were abducted. Hallelujah. And the terrorist will ask, hallelujah, the world that if anyone wants this person, he needs to give money. That money is called ransom money. If you give that money, the life of that person is saved. Hallelujah. Likewise, this word has a common, hallelujah, has a similar meaning like that over here. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന പിശാചിന് ഈ മോചനദ്രവ്യം കൊടുക്കണമെന്നുള്ളതാണ്. So in the Christian circle we have a thought process that, hallelujah, the ransom money, just like I said the example that we give to the terrorists, likewise we should give this ransom money to the devil. No, it is not that it means. ഹല്ലേലൂയ സ്തോത്രം. ശരിക്കും അത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ നീതി ന്യായ കോടതിയിലാണ് അത് കൊടുക്കേണ്ടത്. I mean, what is happening is that ransom, hallelujah, or the price of ransom is put in the courts of God's righteousness, because our God is a righteous God. Hallelujah. Everything is to be done righteously. For every sin there is a punishment, and in order to deal with the punishment, something should be done as a ransom, and in that ransom is never given to the devil, but it is given to God. Hallelujah. Because in his righteousness, hallelujah, we have to give it. ഞാനിപ്പോൾ എൻ്റെ ജോഷുവ എക്സാമ്പിൾ, ജോഷുവയോട് ഞാൻ പറയും, ഇടാ നീ ഇങ്ങനെയൊക്കെ നമുക്കൊരു വീട്ടിലൊരു നിയമങ്ങളും കാര്യങ്ങളും നമ്മുടെ സ്പിരിച്വൽ കാര്യങ്ങളുണ്ട്, നീ അവൻ ഇന്ന അടുത്തൊരു വിസിറ്റിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഒരു ടൂറിന് പോകണമെന്ന് പറയും, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയും വളരെ കെയർഫുൾ ആയിരിക്കണം അല്ലെങ്കിൽ. പക്ഷേ അവൻ പോയി കഴിഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഒരു ക്രൈമിൽ ഇടപെടുവാനും അവൻ ജയിലിലാകുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ എൻ്റെ ഫീലിംഗ് എത്ര ആയിരിക്കണം? ഹല്ലേലൂയ. ആദ്യം എനിക്ക് വരുന്ന റാത്ത് ഓഫ് ഗോഡിനുണ്ടായ പോലുള്ള ഹല്ലേലൂയ ഇത് നമുക്കുണ്ടാകും.
ഹല്ലേലൂയ സ്തോത്രം. Amen. Hallelujah. See, take a case of my example, like my son, hallelujah, goes for, hallelujah, a journey, and he enters into a mistake, or he enters into a sin, hallelujah, which causes him to be put to jail, hallelujah. What will happen to the father? What will be the feeling of the father be? Hallelujah. The father will get angry, even though he told his son not to do it, hallelujah, but he did all the sin, hallelujah. So the first feeling that happened, hallelujah, to a father, a heavenly or earthly father, is that anger. Likewise, when we were in sin, or when we did sin, hallelujah, the first reaction of God the Father was anger, hallelujah, or heavenly wrath, ആ hallelujah. മകനോടുള്ള സ്നേഹത്തിന്റെ റാത്താണ്, അല്ലെങ്കിൽ ആ ദേഷ്യം എന്ന് പറഞ്ഞാൽ കോപമാണ് അവിടെ വെളിപ്പെടുന്നത്. I mean, there, hallelujah, a wrath is being, hallelujah, is formed, hallelujah, and that is a wrath due to love, because God the Father, hallelujah, loved his son, allowed his children, hallelujah, and he still loves them, but even though he loved them, hallelujah, they didn't act according to his ways, they did a sin, hallelujah. So an heavenly holy anger, hallelujah, comes into this place. നമുക്കറിയാം, ഇവിടെ അമേരിക്കയിൽ ചാർലി കിർക്ക് എന്ന് പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം ബ്രദറിനെ ഹല്ലേലൂയ ഒരു പയ്യൻ വെടിവെച്ച് കൊന്നു. അവൻ്റെ ഫോട്ടോ പിക്ചറിലിട്ട ഉടനെ തന്നെ അവൻ്റെ പിതാവ് ചെന്ന് അവൻ ആ മകനെ പോയി പിടിച്ചു കൊണ്ടുപോയി ഹല്ലേലൂയ സ്തോത്രം പോലീസിനെ ഏൽപ്പിക്കുവാനിടയായി. I mean, so we heard the story, incident, what happened to Charlie Kirk, hallelujah, and his son, hallelujah, and a boy, hallelujah, who killed him, hallelujah. The boy who killed him, hallelujah, when he did that, hallelujah, his photo came, hallelujah, in news and everywhere. And when the father of that boy saw that kid's photo, he knew that he need to hand over his son, hallelujah, to justice, hallelujah. So he handed over his son to justice. So the thing is that, hallelujah, to do the right thing, the father took the right decision, hallelujah, to hand over. Likewise, hallelujah, in God's term also, in heavenly terms also, in order to, for sin to be, there will be a punishment, and in order to do a punishment, God took a, hallelujah, in his anger took a decision. He was very grieved with his son. I mean, hallelujah. In this process, even though he was angry, there was grief, because it was his own dear son, hallelujah, or his own dear children, hallelujah, that has done the sin. Does that mean he is not loving his son? I mean, having anger or not, hallelujah, I mean, or doing the right thing, does it mean that he's not loving his own dear son? Yeah, that grief proof his love. I mean, their grief shows that God the Father loved his children. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ആ ആങ്കർ അല്ലെങ്കിൽ ആ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഈസ് നോട്ട് കോൺഫ്ലിക്റ്റ് വിത്ത് ദ ലവ് ഹി ഹാസ് ഹിസ് സൺ. ഹല്ലേലൂയ സ്തോത്രം. ആ ഫാദർ ഹാഡ് എ ഗ്രേറ്റ് പെയിൻ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ആ പിതാവിന്റെ ആ ഗ്രേറ്റ് പെയിൻ ഹല്ലേലൂയ ആ പിതാവിനെ അറിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. The pain, hallelujah, that causes when a dear child, hallelujah, makes a mistake or causes a problem, hallelujah, is so great, hallelujah. The father only knows, but still he needs to do the act of righteousness, or hallelujah, he needs to act upon it because he is righteous. അതുകൊണ്ടാണ് ആ മകനെ പണിഷ് ചെയ്യുവാനിടയായി. And that's why, hallelujah, he had to, the father in the Charlie Kirk incident, hallelujah, the father had to punish by what? Hallelujah, he gave his son, hallelujah, to the justice, or to the handed over to the police, so that, hallelujah, justice or the right thing can be done. വേണമെങ്കിൽ സാധാരണ ആൾക്കാരൊക്കെ പേരൻസ് ഒക്കെ വേണമെങ്കിൽ അത് കവർ അപ്പ് ചെയ്യാൻ ശ്രമിക്കും. I mean, some parents can say to his child, in order to cover them up, say, you escape, hallelujah, from the law and order, escape, hallelujah, and do an act of unrighteousness. ഞാൻ കേട്ടത് ഇപ്പോൾ ആ കുടുംബങ്ങളെല്ലാം അമ്മ ഉൾപ്പെടെ എങ്ങനെങ്കിലും ആ മകനെ അവിടുന്ന് രക്ഷിച്ചെടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. I mean, this next thing that is happening after handing over to the police is that same family is trying in all their means to deliver their child from, hallelujah, the punishment which is going to happen, hallelujah. But, hallelujah, that is due to love they are doing that act, even though they handed over, hallelujah, to the police in justice, hallelujah. Right now they are fighting, hallelujah, or planning, hallelujah, how to deliver their child, hallelujah, from the wrath, hallelujah, of the punishment. ലോകമെല്ലാം കണ്ട ഒരു ടെസ്റ്റ് മണിയാണ് ചാർലി കിർക്കിന്റെ വൈഫ് അവസാനമായി പറയുന്നു, ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു. I mean, everyone saw the testimony of his wife, hallelujah, which said, hallelujah, Charlie Kirk's wife said that I forgive the man who murdered my husband. ക്ഷമിച്ചതുകൊണ്ട് അവൻ വെളിയിൽ വന്നു. I mean, even though he was forgiven by his wife, did he come out of the prison?
നിയമം അതിനെ അനുവദിക്കുകയില്ല. But the law, justice system won't allow it. Even though someone forgive you, it didn't allow the person who was forgiven to come out, because it was the justice system that is in picture and it is in control. ആ ജസ്റ്റിസ് സിസ്റ്റം ശരിക്കും അറിയാൻ വേണ്ടിയാണ് ഹല്ലേലൂയ സ്തോത്രം പഴയ നിയമം ഹല്ലേലൂയ വന്നത്. അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. I mean, that's why, hallelujah, in order to understand the justice system, that's why the Old Testament came. It is a tutor, hallelujah, of us, hallelujah, to know what is sin and what is its effects and what it is punishments. ഇവിടെ ഹല്ലേലൂയ അപ്പൻ ചെന്ന് പറയുക അവനല്ല കൊന്ന ഞാനാന്ന് കൊന്നു എന്ന് പറഞ്ഞാൽ പോലും ജസ്റ്റിസ് അവിടെ അനുവദിക്കുകയില്ല. I mean, even though the father goes in front of the judge and say, I am the person who killed, not my son, the justice system won't allow, because they have hard evidence that proves that the son did it. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവം ഹല്ലേലൂയ ഒരു പേഗൻ ഗോഡല്ല. ഹല്ലേലൂയ നമ്മളെ ശിക്ഷിക്കാനായിട്ട് നമ്മളോടുള്ള സ്നേഹമാണ് ആ ഹല്ലേലൂയ ആ കോപത്തിന് കാരണമായിരിക്കുന്നത്. I mean, our God is not a pagan God like the other gods. Hallelujah. Because the pagan gods act as if they get angry, they will punish their own dear children. But our God is not like that. ആ Hallelujah. ദൈവകോപം ഡിമാൻഡ് ചെയ്യുന്നു ഹല്ലേലൂയ സ്തോത്രം പണിഷ്മെന്റിനായിട്ട്. I mean, the anger of God demands a punishment, because there was sin, and for every sin there is a punishment. And the anger of God is the righteous act, hallelujah, in which He has to punish it. The punishment must be justly hallelujah സ്തോത്രം അത് എന്ത് ചെയ്യണം match in sin. Hallelujah. I mean, and the punishment will be according to the level of how one sins. If the one sins too high, the punishment will also get high. Just like, you know, based on the crimes that you do, hallelujah, if it is a normal burglary, you will be giving this much penalty. But if it is a crime of killing someone, you will get that much punishment, like the sentence of death or something like that. ഇവിടെ ഹല്ലേലൂയ ഈ സകല മാനവജാതിക്കും കൊടുക്കാൻ പോകുന്ന ഈ ആദവും ഹവ്വായും ചെയ്ത പാപത്തിന് ഹല്ലേലൂയ അതിന്റെ പണിഷ്മെന്റ് ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയത്തില്ല. I mean, what is going to happen was that, hallelujah, the sin that Adam and Eve did, hallelujah, their punishment, no one could take it, because that much great was their sin, hallelujah. And who would be able to take that much level of punishment? No man was able to take that level of punishment. ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് വിടിപ്പാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. അതിനുവേണ്ടിയാണ് സ്വന്തം പുത്രനായ കർത്താവിനെ ഈ ലോകത്തേക്ക് അയച്ചത്. God knew that no man will be capable enough to suffer the punishment of the sin which is done, hallelujah. And in order to suffer that punishment, he knew that he loved, hallelujah, his own children, and he had to do something. And by doing something he did is that he gave his own dear son, hallelujah, to suffer the punishment, hallelujah. That is called love of God. ഹല്ലേലൂയ. ഇവിടെ ഒരു റാൻസം തിയറിയും വരുന്നുണ്ട് ഹല്ലേലൂയ സ്തോത്രം ഈ അറ്റോൺമെന്റിൽ. I mean, in the atonement, in the concept of atonement, hallelujah, and in thought of atonement, there is a theory, or there is a concept of ransom also in this picture. കാര്യം റാൻസം എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ ഒരാളെ അബ്ഡക്ട് ചെയ്ത ഒരാളെ ഇപ്പോൾ കൊച്ചു പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് വലിയ ഇവിടെ പല രാജ്യങ്ങളും ഉണ്ടാകുന്നതാണ്. ഒരു $1 million തന്നാൽ അവരെ വിടാം. Amen. Hallelujah. We see different places where, hallelujah, people, hallelujah, of rich class or rich families, children are kidnapped, and after that the terrorists or the group who abduct us, they will call and tell the family, you have to pay 1 million or a huge sum of money, hallelujah, in order to release the kid or the person, hallelujah, which is under them. ഇവിടെ നമ്മൾ ഈ ബൈബിളിൽ പറയുന്ന കടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണമെന്ന് നമുക്കറിയില്ല. കർത്താവ് പറഞ്ഞൊരു ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് അല്ലേ? I mean, in the Lord's Prayer we see, we hear, there is a line that says that, forgive my sins just like I have forgiven my debtors, hallelujah. ഞങ്ങളുടെ കടക്കാരോട് അതിന്റെ 6:12 പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളോടും ഞങ്ങൾ ക്ഷമിക്കണമെന്ന്. നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചത് നമ്മൾ ഈ ഹല്ലേലൂയ സ്തോത്രം ഫൈനാൻഷ്യൽ കടമാണെന്നാണ് ഞാൻ ഇത്രയും ഇടയ്ക്ക് പലരും ചിന്തിക്കുന്ന അതാണ്. Most of the people thought that, hallelujah, it was this prayer is regarding a financial debt, hallelujah. If I have forgiven the debt of others, forgive me in the spiritual world. പക്ഷേ ആ ഡെറ്റിനെ പറ്റി ലൂക്കോസിന്റെ സുവിശേഷം
11 അധ്യായത്തിലാണ് വ്യക്തമായിട്ട് അവിടെ I പറഞ്ഞിരിക്കുന്നത്. mean, Luke 11, it says, it clearly says about what does it mean. അതിന്റെ 4 പറയുന്നു, ഹല്ലേലൂയ 11:4 പറയുന്നു, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളുടെ കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങൾ ക്ഷമിക്കുന്നു എന്നാണ് അവിടെ എഴുതിക്കുന്നത്. കേട്ടോ, അത് വ്യക്തമായിട്ട് എഴുതിക്കുന്നത് എന്തുവാണ്? കടഭാരം, പാപത്തിന്റെ ഫലമായ കടം അല്ലേ? I mean, hallelujah. In Luke 11 verses 4, it says, forgive us our sins as we forgiven those who sin against us. So the debt that means, and Matthew, it means that, hallelujah, the debt due to sin, hallelujah. Forgive the debt due to our sin, hallelujah, which while we forgive the debt of others, hallelujah, or the sins of others towards us. ഹല്ലേലൂയ. നമ്മൾ അതറിഞ്ഞിരിക്കണം. We should know that truth. ഫൈനാൻഷ്യൽ ഡെപ്റ്റ് അല്ല, മോറൽ ഡെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. I mean, here it speaks about the moral debt of a person, not the financial debt. നമ്മൾ പാടും, ഇവരൊക്കെ പിള്ളേരെ ഇംഗ്ലീഷിൽ പാടുന്ന പാട്ടുകളാണ്, ജീസസ് paid it all, അല്ലേ? I mean, there is a famous song, there is a famous hymn that says Jesus paid it all. Jesus paid it all. അങ്ങനല്ലേ? All to him I owe. Sin has left a crimson stain. He washed it white as snow. അതുപോലെ വേറൊരു പാട്ട് ഞാൻ എപ്പോഴും ഇവർ പാടുന്ന ഗുഡിയൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ട്. Would you free from your burden of sin? Yeah. There is power in the. അതെല്ലാം മോറൽ ഡെറ്റ് ആണ്. I mean, all the sin, all the debt which we sing in the song, or even say in prayer, it means the moral debt which one has towards his God. Hallelujah. When you forgive the moral debt, hallelujah, towards others, God will forgive that moral debt towards you. ഹല്ലേലൂയ, സ്തോത്രം. ഒരു മനുഷ്യർക്കും ഒരു മാനവജാതിക്കും കൊടുക്കുവാൻ പറ്റാത്ത ഹല്ലേലൂയ കടഭാരമാണ് ഹല്ലേലൂയ സ്തോത്രം ആ മോറൽ ഡെറ്റ്. ഹല്ലേലൂയ. No one could pay the price of that debt. Hallelujah. No one could do. Hallelujah. And no, Jesus did it for us. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വിധവയായ ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് മരിച്ചുപോയി, 3-4 വർഷമായിട്ട് മരിച്ചിട്ടും അവർ പിന്നെ ഇൻഷുറൻസ് പേ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അവർ 4 വർഷം കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് കമ്പനി ചെന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് ഇതിനി അടയ്ക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. ഇൻഷുറൻസ് കമ്പനി അന്നേരം പറഞ്ഞു എന്നാണെന്നറിയോ? നിങ്ങളിനി അത് ഹല്ലേലൂയ കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഹല്ലേലൂയ വലിയൊരു എമൗണ്ട് തിരിച്ചു കിട്ടുവാൻ പോവുകയാണെന്ന്. ഹല്ലേലൂയ. ഇതേ അവസ്ഥയാണ് ആ കാൽവറിയിൽ കർത്താവ് ചെയ്തത്. Amen. Hallelujah. When a person, a widow, hallelujah, when a woman lost her husband, hallelujah, she found it difficult to pay the insurance which she had applied, hallelujah. And after 3 or 4 years, she went and said to the bank or to the institute that I'm not able to pray, but the reply was this: you don't need to pray because you are going to benefit, hallelujah, because the insurance is being activated and you are going to get your life insurance out. ഹല്ലേലൂയ, സ്തോത്രം. Likewise, God also, hallelujah, when we knew that we had the debt, hallelujah, we thought we should have been paying, hallelujah, and we went to the presence of God and told that I can't do it, hallelujah. God said and replied, I have already done for you and you're going to get benefit because Jesus died for your sins, hallelujah, and out of the death of Jesus you are going to be blessed in so many other ways. Amen. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ തന്നെ ഞങ്ങൾ ഹല്ലേലൂയ പല ആൾക്കാർ അവർ വീട് നമ്മൾക്കറിയാം ലോൺ കൊടുത്ത്, വീട് ലോണല്ല അല്ലാതെ വാങ്ങിച്ചാൽ പോലും എല്ലാ വർഷവും ഹല്ലേലൂയ സ്തോത്രം ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണം. അതൊക്കെ വലിയ എമൗണ്ടുകളാണ്. അല്ലെങ്കിൽ അത് അടച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വർഷം $10,000 വെച്ച് അടയ്ക്കേണ്ട ഒരാൾ 10 വർഷം അടയ്ക്കാതിരുന്ന $100,000 ആയിട്ട് മാറുകയാണ്. I mean, hallelujah, you know the system, and US, hallelujah, you buy houses in mortgages, and even though we have a mortgage, there is a separate thing called tax which one ought to pay, and every year it is a huge sum, hallelujah. If one pays 10,000 per year, hallelujah, if that same person does not pay, hallelujah, for 10 years, the mortgage or the tax amount is 100,000. That's a huge sum equivalent to buying a new house. എല്ലാ ഈ 10 വർഷവും ഇങ്ങനെ
ഇവർക്കൊരു സാവകാശം കൊടുക്കും, അടയ്ക്കെന്നും പറഞ്ഞ് കൗണ്ടിയാണ് പിന്നെ അത് തീരുമാനിക്കുന്നത്. പിന്നെ അത് കോർട്ടിലേക്ക് മാറുവാനിടയാണ്. I mean, if the person does not pay, and after 10 years, the county or the town decides what to do, whether to retain that house or whether to take another action for that. And so the power or the rights over that house is lost when you don't do certain things. പിന്നെ അവർ പാപ്പരായിട്ട് പ്രഖ്യാപിച്ചിട്ട് അവർ വന്ന ആ വീട് പിന്നെ അത് ഇത് ചെയ്യുവാൻ വിൽക്കുവാനിടയാവും. I mean, so they come to the house, they stop it and say, you don't own this house, and they will sell this house to other people. ഹല്ലേലൂയ സ്തോത്രം. പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. So many has committed suicide because they lost control of their things which they were in their hand. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കണ്ടല്ലോ. I mean, if you do suicide, they don't have to give. That is the mindset they had. ഹല്ലേലൂയ. എന്നാലും ആ ഭവനം നഷ്ടമായി പോകും. But what happens in the process that the family loses the house. Hallelujah. And no, the county takes control of the house because the person did not pay the tax at the right time. എന്നാൽ ഒരാൾ വന്ന് ആ $100,000 പേ ഓഫ് ചെയ്യുവാനിടയായെങ്കിൽ ആ കുടുംബത്തിന് എത്ര സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. I mean, but if a man or investor or angel comes into that person's life and says, I'm going to pay the property tax for you, if that happens, how much happy will that family be? അവരെല്ലാവരെയും വിളിച്ചു വരുത്തി വലിയ പാർട്ടി നടത്തി സന്തോഷത്തോടെ അവർ ഹല്ലേലൂയ സ്തോത്രം അവർ ആയിരിക്കും എന്ന് പറഞ്ഞ പോലാണ് നമ്മൾ ഹല്ലേലൂയ നമ്മുടെ സകല ഡെറ്റ്സും ആ കാൽവറിയിൽ കർത്താവ് ഹല്ലേലൂയ നിവർത്തിക്കുവാനിടയായി. Amen. Hallelujah. What will happen to the person or the family is that they will be joyful. Hallelujah. They will have a party. They will enjoy the occasion because they are unburdened from the burden. Hallelujah. Which they could have been. Hallelujah. They were being. Hallelujah. Likewise, how much more joy will a person have when a person is freed from the burden of sin? Hallelujah. In his life. Hallelujah. And with that joy, hallelujah, he will rejoice day by day. Hallelujah. ശരിക്കുമുള്ള ആ ഡെപ്റ്റ് പേയ്മെൻറ്റ്, ഞാൻ ഈ അക്കൗണ്ട്സിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് എനിക്കറിയാം. ആ ഡെപ്റ്റ് നമ്മളൊരാൾ കടമുണ്ടെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ഇൻവോയ്സൊക്കെ എടുത്തിട്ട് അവർക്ക് വീണ്ടും ഫോളോ അപ്പ് ചെയ്തിട്ട് അവസാനം അവർ പേ ചെയ്ത് കഴിയുമ്പോൾ അതിൽ എഴുതും പേയ്മെൻറ്റ് ഡൺ. ഹല്ലേലൂയ. സ്വത്ര ഇൻവോയ്സ് പിന്നെ ക്ലോസ് ചെയ്യാനായി. അതുപോലാണ് ഹല്ലേലൂയ കർത്താവും സ്വർഗ്ഗത്തിൽ ചെയ്തത്. Amen. Hallelujah. Just like in the accounting and financial world, hallelujah, when a debt is risen, hallelujah, there are slips in which, hallelujah, keeps on, and there in that slip it keeps on reminding the debtor that there is this much amount to be paid. It keeps on being sent 2-3 times, hallelujah. But when the debtor pays the debt, what does the man do, hallelujah, or the cashier or the financial person do? He will put a stamp on stating that the debt is paid in full. Hallelujah. Likewise, in our heavenly Father, when his son, hallelujah, was given, hallelujah, and when the son died on the cross, hallelujah, the debt of sin was paid, hallelujah, and it was stamped or it was sealed, hallelujah, stating that it is paid in full. Hallelujah. No more the debtor has to pay any dime of money. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഈ പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞവർ ഈ ഡെറ്റ് എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശമ്പളമായ അതിൻ്റെ അല്ലെങ്കിൽ റാൻസം കൊടുക്കേണ്ടതിന് ഒരു മനുഷ്യനും കഴിയത്തില്ല. കാരണം അതിൻ്റെ വില എന്തുവാണ്, അതിന് അനന്തമായ എന്തുവാണ് ആ വാക്ക് ഇൻഫിനിറ്റ്. ഇംഗ്ലീഷ് പറഞ്ഞു. Amen. Hallelujah. So now the burden of sin, hallelujah, the debt of sin, hallelujah. Amen. Hallelujah. It is not like a normal debt in this world. Hallelujah. Where a person can pay off, hallelujah, the debt. Hallelujah. The debt of sin is greater. Hallelujah. And no man collectively or as an individual can pay this debt. And God did it. Hallelujah. By his son. Hallelujah. That was then. Our debts were infinite. Hallelujah. We should have the understanding how much is the value or how much it is the cost of our debt. നമുക്കറിയാം ഈ ഇൻഫിനിറ്റിനെ പറ്റി നമുക്കറിയാം. ഇങ്ങനെ മാത്തമാറ്റിക്സ് അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഇൻഫിനിറ്റ് ഒരിക്കലും അത് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം തീരത്തില്ല. I mean, we know that, hallelujah, infinite and number infinite added to anything, hallelujah, will become infinite, which means that it is never ending or unending. Hallelujah. It has no end. Whatever ways or whatever things we do, it keeps on increasing. It does not have no end. And that was our state when we were under the debt of sin. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ഈ പാപം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിൻ ഹല്ലേലൂയ അതൊരു വെറും ഹല്ലേലൂയ സ്തോത്രം
ഒരു ബ്രേക്കിംഗ് ലോ മാത്രമല്ല. I mean, when a person sins, does not mean only that he breaks the law of God. ദൈവത്തിന്റെ ഹോണറിനെ അല്ലെങ്കിൽ എന്തുവാണ് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. Amen. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു അപ്പനെ മകൻ ചെയ്യുന്ന തെറ്റ് ആ അപ്പനെ ഇൻസൾട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. But this, it is not just ഹോണറിനെ it is not just breaking the law which the father had put in place, but it is also a second thing is that you insult the father. Hallelujah. That's what the son, hallelujah, when he did a crime, hallelujah, he not only broke the word which his father told him not to do, but he also insulted the father. Just like when we sin, hallelujah, we not only break the law which our heavenly father had given, but we also, hallelujah, insult, hallelujah, the father and his honor. Hallelujah. Sotram. Sins brings dishonor to God. I mean, when a child of God sins, he dishonors really his father. Hallelujah. Sotram. Humanity. Hallelujah. മാനവജാതി. Hallelujah. Sotram. അത് insulted. Hallelujah. God's honor by sin. Hallelujah. I mean, when the humankind, hallelujah, mankind sinned, hallelujah, they insulted their father, the God, hallelujah, who gave them the life, who made them, hallelujah, who created him for a purpose. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ അതിന് ആ മോറൽ ഡെപ്റ്റ് പേ ചെയ്യണം. ഹല്ലേലൂയ. Amen. But hallelujah, then there arises a thing that you need, hallelujah, to do. Hallelujah. There is a debt that arises. What would you do? Hallelujah. If a situation like this happened and a moral debt is being risen. ഹല്ലേലൂയ. അത് കൂടുതലായിട്ട് നമുക്ക് ദൈവത്തിൽ പിന്നെ നമുക്ക് ധ്യാനിക്കുവാൻ കഴിയും. അതൊരു വലിയ സബ്ജക്റ്റാണ് കേട്ടോ. അത് അല്ലെങ്കിൽ മോറൽ ഡെറ്റ് എന്നുള്ള വിഷയം. ഹല്ലേലൂയ. അനീതി അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാര്യത്തിന് ഹല്ലേലൂയ കോടതി തരുന്ന ശിക്ഷ പോലെ ഹല്ലേലൂയ സ്തോത്രം അത് നമുക്ക് ചെയ്യുക, അത് നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. Amen. Hallelujah. Oh, a person, how does he deal with a moral debt? Hallelujah. Holy Spirit. അതാണ് കർത്താവ് പ്രാർത്ഥനയെ പറഞ്ഞ് ആ ഡെപ്റ്റ് ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം ആ ഡെപ്റ്റ് ക്ഷമിക്കാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. I mean, hallelujah, it is a vast topic, but one thing Jesus taught, hallelujah, which I would like to remind you is that, hallelujah, in the prayer he says, forgive my sins, hallelujah, as I've forgiven my debtors, hallelujah. Only Jesus can forgive your sins, hallelujah, but you have the right to forgive your other sin which is towards you, hallelujah. When you do it, hallelujah, it has an effect, hallelujah, because you are asking God to forgive our sins, our moral debts. അനീതി കൊണ്ട് സത്യത്തെ നമ്മൾ ഹല്ലേലൂയ കളഞ്ഞു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മൾ വി സ്റ്റോളൻ ഹല്ലേലൂയ ഇൻജസ്റ്റിസിനെ മാനവജാതി പാപം ചെയ്ത് സ്റ്റോളൻ ചെയ്യുവാനിടയായി. We did injustice, hallelujah. We did sin, hallelujah, when we did a sin, hallelujah, or when we did a wrong thing, or when we broke the law of God. അതുകൊണ്ട് നമ്മൾ അത് പെയ്ഡ് ബാക്ക് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. And we need to pay it back, hallelujah. And we know ourselves that we can't pay it back. We can ask the one who is able to do it. That is Jesus Christ. But before you ask him, you should be coming into the confidence or complete knowledge that you need to forgive others, hallelujah. Then your Father will forgive your sins. ദൈവസേനയിൽ നമ്മൾ ഡിസോണർ ആയത് അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നമുക്കത് ഒരിക്കലും അതൊരു സ്മോൾ ആയിട്ടായിരുന്നെങ്കിൽ നമുക്ക് കൊടുക്കാമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ അത് അത്ര വലുതാണ്. ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്, അനന്തമായ എണ്ണി തീർക്കാനാകാത്തതായ ഒരു കടഭാരമാണ് ഹല്ലേലൂയ സ്തോത്രം അത് മാനവജാതിയാക്കി തീർത്തത്. Amen. Hallelujah. The whole mankind made a debt where no man on this world can repay back. If it was a small amount, hallelujah, one could have tried, hallelujah, but this is an infinite amount, hallelujah, where no one can do it, hallelujah, when no efforts will be able to fulfill it, hallelujah. ഒരു മനുഷ്യനും ചെയ്യാത്ത കാര്യം ഇനി മനുഷ്യൻ തന്നെ പേ ചെയ്യണം. അതാണ്. I mean, a man, hallelujah, who has done the sin, hallelujah, but won't be able to repay back, hallelujah, a man should do it. If a man has done a sin, a man should repay it back, hallelujah. Likewise, if an angel has done a sin, there is a proper teaching, hallelujah, that if an angel sin, angel should repay back. If God does something, God should repay back. Likewise, if a man has sinned, he should repay back, hallelujah. ഇത് ഫൈനാൻഷ്യൽ ഡെപ്റ്റ് ആയിരുന്നു ശ്രമിക്കായിരുന്നു, പക്ഷെ ഇത് moral debt. I mean, if it was a financial debt, hallelujah, one could have tried doing it with his resources, but if it is a moral debt, who can pay it back?
നമ്മൾ മുമ്പേ കണ്ട ഒരു ഫാമിലിക്ക് ഹല്ലേലൂയ അവരുടെ ഫൈനാൻഷ്യൽ ഡെപ്റ്റ് പോയപ്പോൾ അവർക്ക് എത്ര സന്തോഷമായി. I mean, I said about the story where, hallelujah, if the financial debt of a family was, hallelujah, recovered or, hallelujah, overcome, hallelujah, by some angel investor or angel person, hallelujah, it will be joyful for the family. Likewise, if a moral debt is also being paid, hallelujah, how much joy will be there in that person. അതുകൊണ്ട് ദൈവത്തിനെ അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. Amen. Hallelujah. The answer to this, that for every moral debt, the answer is Jesus or God. പക്ഷേ മനുഷ്യന്റെ കടം കൊടുക്കണമെങ്കിൽ മനുഷ്യനാകണ്ടായത്. Amen. But in order to pay the debt of a man, hallelujah, hallelujah, someone should become like a man and pay them off. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണേ, ദൈവപുത്രനായ കർത്താവ്, ദൈവമാകുന്ന കർത്താവ് യേശുക്രിസ്തുവായി മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന ദൈവവും മനുഷ്യനും ഒരുപോലെയായി വന്നു. Amen. Hallelujah. That's why Jesus had to become a man. Hallelujah. Because the debt, hallelujah, of the debt of the mankind was too large that, hallelujah, they can't pay it back in any way. Hallelujah. Someone should become into their form. Hallelujah. Someone should be like them. Hallelujah. Jesus being God, hallelujah, he became man. Hallelujah. Came in the form of a man. Hallelujah. And paid the debt. എന്നിട്ട് കർത്താവ് ഹല്ലേലൂയ അവസാനം മരിക്കും തൊട്ട് മുൻപായിട്ട് പറഞ്ഞു, it is finished. Hallelujah. And the word, hallelujah, which Jesus said while he was on the cross, it is said, he said like this, it is finished. Just like we stamp, hallelujah, on the invoice which says it is paid in full. Hallelujah. Jesus said it. It is finished. Hallelujah. Hallelujah. ജോൺ ചാപ്റ്റർ 19 അത് എടുത്തോട്ട് വായിച്ച ജോൺ ചാപ്റ്റർ 19 അതിന്റെ 30 ആണ് അത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. John chapter 19 we see, hallelujah, what Jesus said. Hallelujah. Of the 7 sayings on the cross, one of the saying of Jesus was this. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ ശരിക്കുമുള്ള ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആ വാക്കാണ് ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കർത്താവ് ജസ്റ്റ് uttered on the cross just before he died. Hallelujah. Sotram. The English Bible translation translates as it is finished. Hallelujah. Sotram. Amen. 1930. Yeah. Therefore, when Jesus had received the sour wine, he said, "It is finished," and he bowed out his head and gave up his spirit. 1920. Sorry. 19 verse 30. John chapter, not Luke, John chapter 30. Hallelujah. It is finished. Hallelujah. Sotram. അത് ആ വാക്കിൽ നിന്ന്, ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നതാണ് it is finished. Hallelujah. Sotram. Amen. അതൊരു ബിസിനസ് വേർഡാണ്. I mean, the word, hallelujah, അത് ഗ്രീക്ക് വന്ന ബിസിനസ്സിൽ നിന്ന് വന്ന and the Greek word which was used in the original translation was that it is a term which is used in the business world. All bill has been paid in full. I mean, just like we know that in accounting, we know that if a person pays the full, hallelujah, a stamp is put in place or put on that paper and says it is paid in full or it is finished. It comes in a business term. ആ ഇൻവോയ്സിലോട്ട് ഹല്ലേലൂയ സ്തോത്രം മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്യും. എനിക്ക് ഹല്ലേലൂയ സ്തോത്രം. ഡെപ്റ്റ് ലിസ്റ്റ്. ഹല്ലേലൂയ സ്തോത്രം. അതാണ് ഹല്ലേലൂയ സ്തോത്രം അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അന്നേരം നമ്മുടെ ഈ സകല മാനവജാതികളുടെയും പാപത്തിന് പരിഹാരമായി ഹല്ലേലൂയ കർത്താവ് അത് അത് പിതാവിന് അർപ്പിച്ചു. I mean, for all mankind, hallelujah, the debts of all mankind, Jesus paid, hallelujah, to whom he paid it to his Father. Hallelujah. ഇതാണ് ഹല്ലേലൂയ. ദൈവത്തിന് മാത്രമേ ഇത് കൊടുത്ത് തീരുവാൻ കഴിയും. നമ്മൾ എത്ര നന്മ ചെയ്താലും, എത്ര നല്ല ഉടുപ്പിട്ടാലും, നല്ല വെള്ളയുടുപ്പൊക്കെ ഇട്ട് ദൈവത്തെ ആരാധിക്കാൻ വന്നാലും ഇത് ഹല്ലേലൂയ, ഈ റെമിഷൻ ഓഫ് സിൻ, ഹല്ലേലൂയ, ഇത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വെറുതെ വന്ന് വി ആർ ക്രിസ്ത്യൻ ലിവിംഗ് ബൈ ലോ ആയി തീരത്തുള്ളൂ. I mean, if this we should come to the understanding, clear understanding that, hallelujah, no person can pay his own debts. Hallelujah. Hallelujah. All moral debts, hallelujah, only Jesus can do. And Jesus came like a
man, hallelujah. He was on this earth, hallelujah. He died, hallelujah, and paid, and he pronounced it on the cross. It is paid in full, hallelujah. We can't do anything, hallelujah, onto this matter. Even though we try, hallelujah, in doing things outwardly, or hallelujah, try to do it inwardly, we can't do it, because only God, hallelujah, being a man can do it, hallelujah. We should have a clear understanding on this matter. ഹല്ലേലൂയ സ്തോത്രം. കൊലോഷ്യൻ ചാപ്റ്റർ 1 30 പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ള സകലത്തെ അവനെ കൊണ്ട് തന്നെ നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. I mean, in Colossians chapter 3, Colossians അതിന്റെ 1 അതിന്റെ 19 on 30 20 onwards, yeah. 1 verses 19. 20 onwards, yeah. 20 onward. And through him God reconciled everything to himself. He made peace with everything in heaven and on earth by means of Christ's blood on the cross. ഈ റെക്കൺസൈൽ എന്നുള്ള വാക്കുകളൊക്കെ ഈ അക്കൗണ്ടിങ് വരുന്ന വാക്കുകൾ. I mean, reconciliation statement ഒക്കെ a statement ഡെപ്റ്റ് കടന്ന് പറഞ്ഞു is a word that is again used in the financial sector. ഹല്ലേലൂയ സ്തോത്രം. ഇതാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ ഏറ്റവും വലിയ ഹല്ലേലൂയ മർമ്മം. ഹല്ലേലൂയ. കാരണം നമുക്കാർക്കും പേ ചെയ്യാൻ വയ്യാത്ത, ഒരു മാനവജാതിക്കും പേ ചെയ്യാൻ വയ്യാത്ത ആ ഡെറ്റ്സ് കർത്താവ് തന്നെ ഹല്ലേലൂയ പേ ചെയ്ത, ഇൻഫിനിറ്റ് ഡെറ്റ്സിനെ പേ ചെയ്ത കർത്താവ്, നമ്മളെ സെറ്റ് ഫ്രീ ആക്കിയ കർത്താവ്, ഹല്ലേലൂയ നമ്മളെ നീതീകരിച്ച കർത്താവിനെയാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കുന്നത്. I mean, this is the reason for one to praise and thank him. Hallelujah. If you're not coming to the understanding, we should come to that final understanding that we had no ways in paying it in full. Hallelujah. But Jesus, hallelujah, paid it for us. Hallelujah. Just like a person who pays, or he becomes an angel in your life and does something, he did it for you. Hallelujah. In your hardest time where no one was there, he did it for you. And when he did it, how much joyful we are, how much joyful we ought to be in the presence of God, how much joyful we should be day by day. Hallelujah. Reminding ourselves again and again, Jesus did it for us. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടടക്കുന്നവരും ശത്രുക്കളായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ കൊലോഷ്യൻ ചാപ്റ്റർ 1:21 ആണ് ഓൺവേഴ്സ് ആണ്. ആകാശത്തിന് കീഴിൽ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചുകൊണ്ട് പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിൽക്കുന്നതുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. This is the true gospel. Hallelujah. Amen. In Colossians chapter 1 verse 21, this includes, you were once far away from God, you were enemies, separated from him by your evil thoughts and action, yet now he has reconciled you to himself through the death of Christ in his physical body. As a result, he has brought you into his own presence, and you are holy and blameless as you stand before him without a single fault. But you must continue to believe this truth and stand firmly in it. Don't drift away from the assurance you have received when you heard the good news. The good news has been preached all over the world, and I, Paul, have been appointed as God's servant to proclaim it. നമുക്കറിയാം, നമുക്ക് ഒരു കടമുണ്ടെങ്കിൽ എത്ര ഒരു സമാധാനവും ഇല്ലല്ലേ. I mean, if one has a debt, hallelujah, each one knows that if a person has a debt, he does not have the peace of mind. ഞാൻ ഫൈനാൻഷ്യൽ കടത്തെ പറ്റിയാ പറഞ്ഞേ. Amen. പക്ഷേ ഇത് അതിലും വലിയ കടമാണ്. ഒരിക്കലും നമുക്ക് ദൈവസന്നിധി നീതീകരിക്കാനോ നീതീകരണത്തോടെ വന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനോ പ്രാർത്ഥിക്കാനോ കഴിയത്തില്ല. അതുകൊണ്ടാണ് റോമൻസ് ചാപ്റ്റർ 5 പറയുന്നത്, വിശ്വാസത്താൽ ആ കാൽവറിയിലേക്ക് നോക്കി എൻ്റെ കർത്താവ് എന്നെ ഹല്ലേലൂയ സെറ്റ് ഫ്രീ ആക്കി എന്ന് പറഞ്ഞ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നാമും കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ. Amen. Hallelujah. That's why, hallelujah, we know that if we know if a person has a financial debt, how much burdensome he is. But this is more than that. It is the moral debt where no ways, in no means one can pay it back. Hallelujah. But Jesus did it for you. Hallelujah. That's why it is written, Romans chapter 5 verse 1. Therefore, since we have been made right in God's sight by faith, we have peace
with God because of what Jesus Christ our Lord has done for us. അതിന്റെ 9 പറയുന്നു, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി ദൈവകോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. In 9 it says, and since we have been made right in God's sight by the blood of Christ, he will certainly save us from God's condemnation. അതിന്റെ 10 പറയുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനായി എത്രയധികം രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. For since our friendship with God was restored by the death of his son while we were still his enemies, we will certainly be saved through the life of his son. ഇതാണ് യഥാർത്ഥ സുവിശേഷം. I mean, this is the true gospel. Hallelujah. ഇത് സഭ അറിയേണ്ട വിഷയമാണ്. I mean, that the church needs to know and understand. ഈ വിശ്വാസത്താലുള്ള നീതീകരണവും ഹല്ലേലൂയ രക്തത്താലുള്ള വീണ്ടെടുപ്പും ഹല്ലേലൂയ സ്തോത്രം വചനത്താലുള്ള വീണ്ടും ജനനവും പ്രാപിച്ചുകൊണ്ട് ജയകരമായി ക്രിസ്തു വന്നയിപ്പാൻ നമ്മൾ ഇടയാകട്ടെ. സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Hallelujah. The hallelujah righteousness through the blood of Jesus. Hallelujah. The justification. Hallelujah. By faith. Hallelujah. And hallelujah by the word, the sanctification day by day. Hallelujah. So that he may stand strong in the presence of God. The church should know this truth. Shall be praised Lord. Thank you. Hallelujah. Let's thank the Lord for his goodness. ഇത് നമ്മുടെ ഹൃദയത്തിൽ വരുന്നു വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വരുന്നത്. This should be the reminder in our heart when we come to the place of worship. ഇതിനാണ് നമ്മൾ കർത്താവിനെ നമ്മൾ കർത്താവ് ഇവിടെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. That's for this reason we have gathered in this place to worship him. ഒരു മനുഷ്യനും കൊടുക്കാൻ വയ്യാത്ത റാൻസം മണിയാണ് ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ കോടതിയിൽ കെട്ടിവെച്ചത്. ഹല്ലേലൂയ. I mean, no man could pay this ransom. Hallelujah. But God did it. Hallelujah. By his own blood. Hallelujah. How much more should we be happy and joyful? ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ദൈവത്തോട് വീണ്ടും മടങ്ങിച്ചെന്ന് ദൈവമായിട്ടുള്ള ആ അറ്റോൺമെന്റിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ആ അറ്റോൺമെന്റ് മുഖാന്തരം ഹല്ലേലൂയ സ്തോത്രം ആ മേഴ്സി സീറ്റിലേക്ക് അടുത്ത് വരുവാൻ ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ നിന്ന് പിതാവ് ഇറങ്ങി ആ കർട്ടൻ കീറിക്കളഞ്ഞ് ഹല്ലേലൂയ നമുക്ക് ഒരു പുതുവഴി ഉണ്ടാക്കി കൊടുത്ത സ്വർഗ്ഗത്തിലേക്ക്. Jesus, through Jesus' blood, hallelujah, through Jesus' suffering on the cross, Jesus' death on the cross, what all happened is that we were restored. We were restored to where? Hallelujah. To the presence of God, which we were not eligible, hallelujah, because of our sin. But we were eligible to come into the presence of God. We were eligible to receive the blessings of God. We were eligible to receive the joy and peace of God, hallelujah. What happened is that we were eligible to enter into the holiest of holiest, hallelujah. He tore down the curtain from up to the bottom, hallelujah. Giving a place, hallelujah, for us, giving a joy for us, giving the righteousness, his rights for us, hallelujah. How much more should we not be? ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ ഇവിടോട്ട് അയച്ചത്. ആ അവസാനം ഹല്ലേലൂയ കർത്താവിന്റെ ആ മരണസമയത്ത് ഇറ്റ് ഈസ് പെയ്ഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹല്ലേലൂയ മുമ്പേ പാടിയതുപോലെ ഹല്ലേലൂയ ചെയിൻ അല്ല അനേകർ ബ്രോക്കായി അനേകർ ഉയർത്തെഴുന്നേറ്റ് അനേകർക്ക് പ്രത്യക്ഷപ്പെടുവാനിടയായി പാതാളത്തിൽ. When Jesus, hallelujah, did this, hallelujah, what happened is that, hallelujah, our chains were broken, hallelujah. When Jesus, hallelujah, paid the ransom, hallelujah, died on the cross, when he said that it is finished, hallelujah, what happened is that all our debts were paid in full, hallelujah. That's why we sing the song, it is paid in full. In order to happen in our life, a person should have faith, hallelujah, into this scripture. നമ്മുടെ ദൈവസന്നിധിയിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി humble ourselves, hallelujah. I mean, we need to humble ourselves. We need to thank him. We need to praise him. We should be filled with gratitude. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Stotram. Hallelujah. We should thank him for setting us free, reminding ourselves again and again. Hallelujah. It is not because of what we have done. It is because of what Jesus did for us. കടഭാരം മാറ്റി മാത്രം പോരാ, ഇനി എങ്ങനെ ഹല്ലേലൂയ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണമേ, ലീഡ് ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം. Amen. Let's pray to God again. Hallelujah. Not just, hallelujah, the payment of the debt have happened. Hallelujah. The next thing that should happen is that how to walk in the wisdom. Hallelujah. And for that we need to ask God for that grace so that we walk in the right way. Hallelujah. Not to sin again. വീണ്ടും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഈ സത്യം നമ്മൾ മറ്റുള്ളവരും അറിയുവാൻ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. Amen. Let this truth be shared with others, Lord. Hallelujah. Let God help you all. Oh, precious is the flow that make me white as snow. Hallelujah. No